അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 176. മംഗലത്തു നിന്നും തിരികെ പോവാൻ കാറിലേക്ക് കയറുമ്പോൾ ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആ വീട്ടിലേക്കും പിന്നെ തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുന്ന ആ അസ്ഥിത്തറയിലേക്കും ഒന്ന് നോക്കി. ജ്വാല. പൊന്നു അവളുടെ തോളിൽ കൈയമർത്തി. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ജ്വാല കാറിന്റെ പിൻസീറ്റിലേക്ക് കയറിയിരുന്നു. പിറകെ തന്നെ പൊന്നു. അപ്പുവാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അഗ്നി കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് ജ്വാലയെ തിരിഞ്ഞു നോക്കി. സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് ജ്വാല. അപ്പു പതിയെ കാർ മുന്നോട്ടെടുത്തു. ജ്വാല അപ്പോഴും അതേ ഇരിപ്പ് തുടർന്നു. അഗ്നി ഇടയ്ക്കിടയ്ക്ക് അവളെ തിരിഞ്ഞു നോക്കിയെങ്കിലും ജ്വാല ആരെയും കണ്ണു തുറന്ന് നോക്കുന്നില്ല. പക്ഷെ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ആ കണ്ണുനീർ അവളുടെ ചെവിക്കിടയിലേക്ക് ഒളിക്കുന്നത് കണ്ട് അഗ്നി ആകെ വല്ലാതായി. എല്ലാം കണ്ടും കേട്ടും അവളാകെ തളർന്നു പോയിട്ടുണ്ടെന്ന് അഗ്നിക്ക് അറിയാമായിരുന്നു. അരുന്ധതിയുടെ സ്വഭാവമെല്ലാം അങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ അഗ്നി ജ്വാലയോട് പറഞ്ഞിരുന്നു. തലേന്ന് രാത്രിയിൽ അഗ്നിയും ജ്വാലയും സംസാരിച്ചത് മുഴുവൻ അതിനെക്കുറിച്ചായിരുന്നു. എല്ലാം കേട്ടപ്പോൾ തന്നെ ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ അവളാകെ തറഞ്ഞു നിന്നിരുന്നു. എങ്കിലും അവൾ അഗ്നി എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിച്ചു. ഒടുവിൽ അവളുടെ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണ് എല്ലാവരെയും മംഗലത്തുനിന്ന് ഇറക്കിവിടാമെന്ന തീരുമാനത്തിൽ ഇരുവരും എത്തിച്ചേർന്നതും. എല്ലാം ആലോചിക്കും തോറും അഗ്നിയിൽ നിന്നൊരു നെടുവീർപ്പുയർന്നു. അവളോട് ഞാൻ മറച്ചു വെച്ചത് രാജന്റെ കാര്യം മാത്രാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതുകൂടി എൻ്റെ കുഞ്ഞറിഞ്ഞ അവൾക്കത് സഹിക്കാനാവില്ല. 4 വയസ്സിൽ അച്ഛനമ്മ ഇല്ലാതായൊരു പെൺകുട്ടി. ആ കൊച്ചുകുട്ടി അന്ന് ആ വേദന എങ്ങനെ സഹിച്ചിരിക്കും? അറിഞ്ഞു കാണും അവള് തൻ്റെ അച്ഛനും അമ്മയും ഇനി ഒരിക്കലും തന്നിലേക്ക് മടങ്ങി വരില്ലാന്ന്. മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആ കുഞ്ഞു ചുണ്ടുകൾ വിടർത്തി അച്ഛനും അമ്മയും എവിടെയെന്ന് ചോദിച്ചിരിക്കില്ലേ അവള്? എത്രയൊക്കെ മുത്തശ്ശി മുത്തശ്ശനും കൂടെയുണ്ടെന്ന് പറഞ്ഞാലും പെറ്റമ്മയുടെ നെഞ്ചിന്റെ ചൂടറിയാതെ, ആ മാറോട് ചേരാതെ, അമ്മ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കേൾക്കാതെ എങ്ങനെ അവൾ ആ ദിവസം തള്ളി നീക്കി കാണും? അച്ഛന്റെ തണലും കൊഞ്ചലും അമ്മയുടെ താരാട്ടും വാത്സല്യവും ആഗ്രഹിക്കുന്ന പ്രായത്തിൽ ആ അച്ഛനും അമ്മയും ഇനി ഇല്ലാന്ന് അവൾ എങ്ങനെ മനസ്സിലാക്കി കാണും? അത്രയും ചെറിയ കുഞ്ഞായിരുന്നില്ലേ? മുന്നോട്ടുള്ള തന്റെ ജീവിതം എങ്ങനെയെന്നറിയാതെ എൻ്റെ കുഞ്ഞ്. അഗ്നിയുടെ കണ്ണുകൾ ആ ചിന്തയിൽ നിറഞ്ഞൊഴുകി. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛന്റെ കരുതൽ തരാൻ ആ അച്ഛന് മാത്രമേ കഴിയൂ. പക്ഷെ അതെല്ലാം ഇല്ലാതാക്കിയില്ലേ ആ നീചൻ, സ്വന്തം കൂടപ്പിറപ്പിന്റെ ഭാര്യയെ പ്രാപിച്ചവൻ. അവന്റെ കണ്ണുകളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. ഉള്ള ദിവസങ്ങളിൽ നീ സന്തോഷമായിട്ട് ജീവിക്കു ദേവരാജ. അപ്പോഴേക്ക് നിനക്കുള്ള ശിക്ഷ അഗ്നി തീരുമാനിക്കും. മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും നീ ആഗ്രഹിക്കരുത്. കാരണം നീയൊന്നൊരു ജന്മം ഈ ഭൂമിയിൽ ഇനി അധിക നാൾ ഉണ്ടാവില്ല. അവൻ കലിയോടെ മനസ്സിൽ പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ഇങ്ങനൊരു വേദനയിലേക്ക് തള്ളിവിട്ടേന്, ആരോരില്ലാത്തവളാക്കിയേന്, ഒരടിമയാക്കി വെച്ചേന്. അങ്ങനെ അങ്ങനെ എല്ലാത്തിനുള്ള ശിക്ഷ അഗ്നിയുടെ കോടതിയിൽ നിന്ന് നിനക്ക് കിട്ടും. എൻ്റെ പെണ്ണിനും മൺമറഞ്ഞു പോയ ആ ആത്മാക്കൾക്കും വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ? അഗ്നി കണ്ണുകളടച്ച് വിരലുകൾ കൊണ്ട് നെറ്റിയിലൊന്ന് തടവി. പുറകിൽ നിന്നും ജ്വാലയുടെ തേങ്ങലുയർന്നു. അഗ്നി കണ്ണുകൾ തുറന്ന് അവളെ തിരിഞ്ഞു നോക്കി. പൊന്നു ജ്വാലയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഏട്ടാ ജ്വാല. അപ്പു പറഞ്ഞു. ഒന്നുമില്ല, നീ വേഗം വണ്ടി വിട്. അഗ്നി പറഞ്ഞു. അപ്പു മൂളി. കുഞ്ഞാ, എന്തിനാ കരയുന്നേ? അവർക്കെല്ലാം നീ കൊടുത്ത ശിക്ഷ അവരർഹിക്കുന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയേ? അവൻ ജ്വാലയോട് അലിവോടെ ചോദിച്ചു. പൊന്നൂന്റെ തോളിൽ കിടന്ന് കണ്ണുകൾ തുറന്ന് അവൾ അഗ്നിയെ ഒന്ന് നോക്കി. അഗ്നിയുടെ മുഖം പെട്ടെന്ന് മാറി. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വേദനയ്ക്ക് മറ്റെന്തോ അർത്ഥം ഉള്ളതുപോലെ. അവനൊന്നും മനസ്സിലായില്ല. അവള് പെട്ടെന്ന് അവനിൽ നിന്ന് നോട്ടം മാറ്റി കണ്ണുകൾ അടച്ചു. അഗ്നി സംശയത്തോടെ മുന്നോട്ട് നോക്കിയിരുന്നു. ഏട്ടാ ഇറങ്ങുന്നില്ലേ? വീടെത്തി. അപ്പു അഗ്നിയുടെ തോളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്ന അഗ്നി കണ്ണുകൾ വെട്ടി തുറന്ന് അവനെ നോക്കി. വീടെത്തി. അപ്പു വീണ്ടും പറഞ്ഞു. അഗ്നി പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ജ്വാലയും പൊന്നു അകത്തേക്ക് പോയേട്ടാ. അപ്പു പറഞ്ഞതും അഗ്നി ഒന്ന് മൂളിക്കൊണ്ട് കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് നടന്നു. ഹാളിലേക്ക് കയറിയപ്പോൾ അവിടെ സോഫയിൽ തലതാഴ്ത്തി ഇരിക്കുന്നുണ്ട് ജ്വാല. ചിത്തിരയും മീനുവും പൊന്നൂനോട് മംഗലത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയാണ്. പൊന്നു എല്ലാം വള്ളിപുള്ളി തെറ്റാതെ രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്. അയ്യേ, ആ അരുന്ധതി ഇത്രയും വൃത്തികെട്ടവളായിരുന്നോ? വെറുതെ അല്ല ആ സുരഭി ഇങ്ങനെ ആയിപ്പോയെ. എല്ലാം കേട്ട് കഴിഞ്ഞതും ചിത്തു അറപ്പോടെ പറഞ്ഞു. പൊന്നു മൂളിയതേയുള്ളൂ. പക്ഷെ ഈ നേരം അത്രയും അഗ്നിയുടെ നോട്ടം ജ്വാലയിൽ തന്നെയായിരുന്നു. അവള് തലതാഴ്ത്തിയിരുന്ന് കരയുകയാണെന്ന് അവളുടെ ശരീരം മുലയുന്നതിൽ നിന്നും അഗ്നിക്ക് മനസ്സിലായി. അമ്മ, ഇനി അതൊക്കെ പിന്നെ പറയാ, അപ്പു പറഞ്ഞു. അവര് സംശയത്തോടെ അപ്പുനെ നോക്കി. അപ്പു അവർക്ക് ജ്വാലയെ കാണിച്ചു കൊടുത്തു. അയ്യോ, എന്തു പറ്റി മോളെ? ചിത്തു പെട്ടെന്ന് അവൾക്കടുത്തേക്ക് വന്നിരുന്നു. ഏയ്, ഒന്നുമില്ലമ്മേ. അതും പറഞ്ഞ് കണ്ണുകൾ തുടച്ചവൾ പെട്ടെന്ന് മുകളിലേക്ക് നടന്നു. മോള് പോവാണോ? ചിത്തു ചോദിച്ചു. വയ്യ, കുറച്ചു നേരം ഒന്ന് കിടക്കാൻ.
പറഞ്ഞു വന്നപ്പോഴേക്കും അവൾ തേങ്ങിപ്പോയിരുന്നു. അഗ്നി അവളെ തന്നെ ഉറ്റുനോക്കി. അവളും അവനെ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ അവളുടെ നോട്ടം കുടുങ്ങിയ നിമിഷം ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അഗ്നി അവളെ പകപ്പോടെ നോക്കി. എന്താടാ? അവൻ ആകുലതയോടെ ചോദിച്ചു. ജ്വാല പെട്ടെന്ന് തേങ്ങി കരഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ഓടിക്കയറി മുകളിലേക്ക് പോയി. കുഞ്ഞാ! അഗ്നി ടെൻഷനോടെ അവൾക്കൊപ്പം സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയെങ്കിലും പെട്ടെന്ന് പൊന്നു പറയുന്നത് കേട്ട് അഗ്നി അവിടെ തന്നെ നിന്നുപോയി. ഈ ജ്വാലയ്ക്ക് ഇത് എന്തു പറ്റി എന്റെ കണ്ണാ? എല്ലാരും പൊക്കോട്ടെ, അത് തന്നെ നല്ലതെന്ന് പറഞ്ഞതാ എന്നോട്. എന്നിട്ടിപ്പോ നോക്കിയേ. അല്ല, ഇനി വാതിലടയ്ക്കാൻ പറഞ്ഞു വിട്ട അവള് പെട്ടെന്ന് അങ്ങോട്ട് തന്നെ വന്നത് കണ്ട് അഗ്നിയേട്ടൻ അവളെ വഴക്കെങ്ങാനും പറഞ്ഞോ? അതാണോ ഈ സങ്കടം? പൊന്നു സംശയത്തോടെ ചോദിച്ചു. എന്താ? അഗ്നി ഞെട്ടലോടെ അവളെ നോക്കി. അപ്പു ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. പൊന്നു, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? നിന്നെയും ജ്വാലയും ഏട്ടൻ എപ്പോ പറഞ്ഞു വിട്ടു? അപ്പു വെപ്രാളപ്പെട്ട് ചോദിച്ചു. അത് അമ്മാവൻ കരയുന്നത് കണ്ടിട്ട് ജ്വാല പെട്ടെന്ന് അഗ്നിയേട്ടൻ്റെ അടുത്തേക്ക് വന്നില്ലേ? അപ്പോഴല്ലേ എന്നോട് ജ്വാലയോടും പോയിട്ട് ഡോറെല്ലാം അടച്ചിട്ട് വരാൻ അഗ്നിയേട്ടൻ പറഞ്ഞേ? പൊന്നു ചോദിച്ചു. ആ, എന്നിട്ട് എന്നിട്ട് നിങ്ങൾ പോയില്ലായിരുന്നോ? അപ്പുവിന്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. ഉവ്, ഞാൻ പോയി. പക്ഷെ ജ്വാല വേഗം അങ്ങോട്ട് തന്നെ തിരിച്ചു വന്നായിരുന്നല്ലോ. കണ്ടില്ല അപ്പേട്ടൻ? അഗ്നിയേട്ടൻ അമ്മാവൻ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് പേടിച്ചിട്ടാ അവൾ അങ്ങോട്ട് തന്നെ വന്നേ. പിന്നെ എന്തു പറ്റിയോ എന്തോ, അതിനുശേഷം ഈ കരച്ചില് തന്നെ. അതിനു വേണ്ടി എന്താ ഉണ്ടായേ? അഗ്നിയേട്ടൻ വഴക്കു വല്ലതും പറഞ്ഞോ? പൊന്നു ചോദിച്ചു. എന്നാൽ പൊന്നു പറയുന്നതെല്ലാം കേട്ട് ആകെ തറഞ്ഞു നിൽക്കുകയാണ് അഗ്നി. അവന്റെ കണ്ണുകൾ പൊടുന്നനെ നിറഞ്ഞുപോയി. ഏട്ടാ, ജ്വാല അവളപ്പോ എല്ലാം കേട്ടോ? അപ്പു വിറയാർന്ന സ്വരത്തിൽ ചോദിച്ചു. മഹാദേവ, എന്റെ കുഞ്ഞ്! അഗ്നി പെട്ടെന്ന് മുകളിലേക്ക് ഓടിപ്പോയി. അപ്പു തളർച്ചയോടെ സോഫയിലേക്ക് ഇരുന്നു പോയി. ആർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പേട്ടാ, എന്താ? പൊന്നു പേടിയോടെ ചോദിച്ചു. അപ്പു ഒന്നും മിണ്ടിയില്ല. അവന്റെ കണ്ണുകൾ പക്ഷേ നിറഞ്ഞിരിക്കുന്നു. എന്ത് സത്യമാണ് അവളിപ്പോ അറിയരുത് നേട്ടം കരുതിയേ? ആ സത്യം ജ്വാല അറിഞ്ഞിരിക്കുന്നു. എന്റെ മഹാദേവ, അവൾ എങ്ങനെ ഇത് സഹിക്കും? അവളുടെ അമ്മ അയാള്. അപ്പു മുഖം പൊത്തി ഇരുന്നു പോയി. കണ്ണുകളിൽ നിന്നും മെഴുനീർ ഒഴുകിയിറങ്ങി. അഗ്നി മുകളിലേക്ക് പായുകയായിരുന്നു. ഡോറ് ചാരിക്കിടക്കുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് റൂമിനകത്തേക്ക് കയറി. ബെഡിൽ അവളെ കാണാഞ്ഞതും അവൻ പെട്ടെന്ന് ബാൽക്കണിയിലേക്ക് ഓടി. പക്ഷെ അവിടെയും അവൾ ഉണ്ടായിരുന്നില്ല. അഗ്നിയുടെ ഹൃദയം ശക്തമായി മിടിക്കാൻ തുടങ്ങി. കുഞ്ഞാ! അഗ്നി വിളിച്ചു. പക്ഷെ അവളുടെ ശബ്ദം എവിടെയും കേൾക്കുന്നില്ല. കുഞ്ഞാ, എവിടെയാ? അവൻ വീണ്ടും ചോദിച്ചു. പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അവന്റെ കാലുകൾ ഒരു വേള നിശ്ചലമായി. അവൻ വേഗം ബാത്റൂമിനടുത്തേക്ക് നടന്നു. കുഞ്ഞാ! അവൻ വിളിച്ചു. അവളുടെ തേങ്ങൽ അകത്തുനിന്ന് കേൾക്കുന്നു. കുഞ്ഞാ, ഡോറ് തുറന്നേ! അവൻ ഡോറി തട്ടി. പക്ഷെ ഡോറ് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ കൈവച്ചതും ഡോർ അവന് മുന്നിൽ തുറന്നു വന്നു. പക്ഷെ ഷവറിന് ചുവട്ടിൽ ആകെ നനഞ്ഞു നിൽക്കുന്ന ജ്വാലയെ കണ്ട് അഗ്നി വെപ്രാളത്തോടെ അകത്തേക്ക് കയറി. കുഞ്ഞാ, എന്താ നീ കാണിക്കുന്നേ? അവൻ പെട്ടെന്ന് ഷവർ ഓഫ് ചെയ്ത് അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു. മറ്റേതോ ലോകത്തെന്ന പോലെ നിന്ന് കരയുകയായിരുന്ന ജ്വാല അവന്റെ ശബ്ദം കേട്ടതും ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടതും അഗ്നിക്ക് പാവം തോന്നി. എന്താടാ? അവൻ ചോദിച്ചു. ദേവേട്ട! അവളൊരു തേങ്ങലോട് അഗ്നിയെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അഗ്നിയും അവളെ ചേർത്ത് പിടിച്ചു. കുഞ്ഞാ! ദേവേട്ട, എന്റെ അച്ഛയമ്മയെ കൊന്നു കളഞ്ഞതല്ല അയാള്. എന്തിനാ? പാവായിരുന്നില്ല അവര്. നിക്ക് ആരും ഇല്ലാണ്ടാക്കിയില്ലേ? അവന്റെ നെഞ്ചിൽ മുഖമിട്ട് ഉരച്ചുകൊണ്ട് അവൾ ഉറക്കെ അലറിക്കരഞ്ഞു. അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. കുഞ്ഞാ, കരയില്ല മോളെ! അവൻ ഇടർച്ചയോടെ പറഞ്ഞു. പക്ഷെ അവൾ അപ്പോഴും കരച്ചില് തന്നെയാണ്. ദേവേട്ട, എന്റെ അമ്മ അയാള്. എന്തിനാ? അങ്ങനെ അയാളൊരു മനുഷ്യനാണോ? എന്റെ അമ്മ പോയില്ലേ? എന്നെ വേണ്ടാന്ന് വെച്ച് പോയില്ലേ? ആരുമില്ലല്ലോ എനിക്ക്. ഒന്നും അറിഞ്ഞില്ലല്ലോ ഞാൻ. അവരെല്ലാണ്ടാക്കിയവരുടെ കൂടെ തന്നെ ഞാനും. അയ്യോ, എന്റെ അച്ഛയമ്മയും ഒത്തിരി കരഞ്ഞു കാണും ദേവേട്ട. ജ്വാലയ്ക്ക് ആരുമില്ല. അവൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അവന്റെ ഷർട്ടിൽ പിടിച്ചുലച്ച് അലറിക്കരഞ്ഞു. കുഞ്ഞാ, ഞാനല്ലേ നിനക്ക്, കരയല്ലേ നീ? അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു. ഇല്ല, എനിക്ക് ആരുമില്ല. പോയി, എല്ലാരും പോയി. ഇങ്ങനെയാണെങ്കിൽ ദേവേട്ടനെ അവര് കൊല്ലും. ജ്വാല പിന്നെയും തനിച്ചാവും. എനിക്ക് സഹിക്കാൻ പറ്റണില്ല ഈ വേദന. എന്റെ ചങ്കൊക്കെ പൊട്ടണ പോലെ വേദനിക്കുക. ദേവേട്ട! അയ്യോ, എന്റെ അമ്മ, എന്റെ അച്ഛൻ! അവൾ അവനീന്ന് കുതറിമാറി അവളുടെ നെറ്റിയിലേക്ക് സ്വയം അടിക്കാൻ തുടങ്ങി. കുഞ്ഞാ, എന്താടി കാണിക്കുന്നേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നെ ആരും ഒന്നും ചെയ്യില്ലടാ. ഞാനെപ്പോഴും നിന്റെ കൂടെ. ഇല്ല, കൊല്ലും. എനിക്കറിയാം, എനിക്ക് ആരുമില്ല. അവൻ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അവൾ കരഞ്ഞോണ്ട് പറഞ്ഞു. അഗ്നി പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ജ്വാല ഏങ്ങലോടെ കണ്ണുകൾ ഇറുക്കിയടച്ചു. അവന്റെ കണ്ണുനീർ കഴുത്തിൽ പതിച്ചതും ജ്വാല ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. ദേവേട്ട! അവള് വിളിച്ചു.
ഞാനില്ലേ കുഞ്ഞാ കൂടെ. പിന്നെന്താ ആരും ഇല്ലാന്ന് പറയുന്നേ? എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെടി നീ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോ. അവൻ അവളുടെ കഴുത്തീന്ന് മുഖമുയർത്താതെ തന്നെ പറഞ്ഞു. ദേവേട്ടാ. അവൾ അവന്റെ പുറത്ത് കൈയമർത്തി. അവൻ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു. ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് കൊന്നു കളഞ്ഞില്ല ദേവേട്ടാ അവരൊക്കെ കൂടി എൻ്റെ അച്ഛയും അമ്മയും. ആ സങ്കടം കൊണ്ട് ഞാൻ കരയല്ലേ? അവൾ അവന്റെ മുഖം പിടിച്ചുയർത്തി. എവിടെ? ചെക്കൻ കുഞ്ഞി കുട്ടികളെ പോലെ വീണ്ടും അവളുടെ കഴുത്തിലേക്ക് തന്നെ മുഖമമർത്തി. എന്നാലും ആരും ഇല്ലാന്ന് പറഞ്ഞില്ലേ? അവൻ ചോദിച്ചു. ജ്വാല കണ്ണുകൾ അടച്ചൊന്ന് ദീർഘമായി നിശ്വസിച്ചു. സോറി, ഇനി പറയില്ല. ദേവേട്ടൻ അയാളോട് പറയുന്ന കേട്ടപ്പോ തകർന്നുപോയി ഞാൻ. ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ ഞാൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഒന്നും. അവള് വിതുമ്പി. എന്നിട്ട് എന്തിനാ എല്ലാം അറിഞ്ഞു കഴിയുമ്പോ ഇതുപോലെ കരയാനോ? നിന്റെ കണ്ണീര് കാണാൻ എനിക്ക് പറ്റാത്തോണ്ടല്ലേ കുഞ്ഞാ? അവൻ അവളെ മുഖമുയർത്തി നോക്കി. പാവായിരുന്നു ദേവേട്ടൻ്റെ അച്ഛയമ്മയും. എന്നെ ഒത്തിരി ഇഷ്ടായിരുന്നു. എനിക്കങ്ങനെ ഓർമ്മ കൂടിയില്ല അവരുടെ ഒന്നും മുഖം. ഫോട്ടോയിൽ കാണുന്ന മുഖം വെച്ചാ ഞാൻ അവരെ ഓർക്കുന്നേ. അവരുടെ സ്നേഹം കാണാൻ അനുഭവിക്കാൻ പോലും ഭാഗ്യമില്ലാതായി പോയല്ലോ എനിക്ക്. അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. അവളോട് എന്താണ് പറയേണ്ടതെന്ന് അഗ്നിക്ക് അറിയുമായിരുന്നില്ല. അവൾ അനുഭവിച്ച വേദന അവൾക്ക് അറിയൂ. ആ ഒറ്റപ്പെടൽ. എന്തു പറഞ്ഞാ ഞാൻ എൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കേണ്ട എൻ്റെ മഹാദേവ? അഗ്നി ആകെ സങ്കടത്തിലായി. തന്നോട് ചേർന്ന് നിൽക്കുന്ന പെണ്ണിന്റെ ഉടൽ വിറയ്ക്കുന്നത് അവൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് അവളിന്ന് അകന്നു മാറി. അപ്പോഴും ഒന്നും അറിയാതെ തേങ്ങി കരയുകയാണ് ജ്വാല. കുഞ്ഞാ വാ, നമുക്ക് പുറത്തേക്ക് പോവാ, ആകെ നനഞ്ഞല്ലോ. അവൻ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. തുടരും.